പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെ പിശാച് പീഡിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഇങ്ങനെ ഊമനാക്കി കളയുക. ചിലപ്പോൾ നമ്മൾ ചെവി കേൾക്കാത്തതുപോലെ നിൽക്കും, മറുപടി പറയില്ല. ഇന്നത്തെ വായനകളിൽ പ്രത്യേകിച്ച് ജെറമ്യാ പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സങ്കടമാണ്. കേൾക്കണില്ല, പറയണത് കേൾക്കണില്ല. പള്ളിവാ മക്കളെ, കുമ്പസാരിക്ക്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിവാ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണില്ല. അമ്മയുടെ സങ്കടം അതാ, അച്ഛാ മക്കൾ പറയണത് കേൾക്കണില്ല. ഇതൊരു പിശാച. ഇപ്പോൾ അതിനൊരു കെണിയായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, കുർബാന സമയത്ത് പോലും ഫോൺ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഫോണ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ മൂകനാക്കി കളയും. മിണ്ടിയല്ല, നമ്മൾ ഒരു കാര്യത്തിനും മറുപടി പറയില്ല, കേൾക്കാത്ത കണക്ക് നിൽക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വരവും. ഇപ്പോൾ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ സ്കാഫൊക്കെ ധരിച്ച് നല്ല ഒരു കത്തോലിക്ക കുഞ്ഞിനെ പോലെ പങ്കെടുക്കണം എന്നുള്ളത് സഭയുടെ ഒരു ഡിസിപ്ലിനാണ്. ഷോർട്ട്സ് ധരിച്ച് പങ്കെടുക്കരുത് എന്നൊക്കെ ഉള്ളത് സഭയുടെ ഒരു ഡിസിപ്ലിനാണ്. പക്ഷെ കേൾക്കണില്ല, മക്കൾ കേൾക്കണില്ല. സഭയുടെ ഡിസിപ്ലിൻ വിട്ടിട്ട് തോന്നിയ പോലെ തന്നിഷ്ടം പോലെ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല, പിന്നോട്ടാണ്. ജെറമ്യായുടെ സങ്കടം. നമുക്കതുകൊണ്ട് ഈ പരിശുദ്ധ ബലിയർപ്പിക്കുന്ന സമയത്തെങ്കിലും ഈശോയെ സങ്കടപ്പെടുത്താതെ ബലിയർപ്പിക്കാം, ഈശോയുടെ മനസ്സോട് ചേർന്ന് ബലിയർപ്പിക്കാം. കത്തോലിക്ക സഭയുടെ ആ ഒരു ഡിസിപ്ലിനോട് ചേർന്ന് നമുക്ക് ബലിയർപ്പിക്കാം. അത് ഈസ്റ്റർ സമ്മാനം എന്ന വലിയൊരു അനുഗ്രഹത്തിന് വഴി തെളിക്കട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നമ്യുഗരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരക്കാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ വലിയ വിള ആകയാൽ നിത്യയായി പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ആഘോഷങ്ങളുടെ ദിവസം എത്ര കൂടുതൽ ആസന്നമാകുന്നുവോ അത്ര കൂടുതൽ ഭക്തിയോടെ പെസഹാരഹസ്യം ആഘോഷിക്കാൻ ഞങ്ങൾ മുന്നേറുന്നതിന് വേണ്ടി മഹാപ്രതാപവാനായ അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറേമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം. എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മേരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് അരുളി ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. എന്തെന്നാൽ ഞാൻ ഉദാരമതിയും കാരുണ്യവാനുമാണ്. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ
വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അധശ്ചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അധശ്ചിത്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സങ്കടമാണ്. നമ്മുടെ വീട്ടിൽ അമ്മ പറയുന്നത് പോലെ, അച്ഛ അവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അച്ഛ നന്നായിട്ട് പഠിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഉഴപ്പി നടക്കുക എന്ന് അമ്മമാർ വൈദികരോടൊക്കെ വന്ന് സങ്കടം പറയുന്നത് പോലെ, ചിലപ്പോൾ ജീവിത പങ്കാളി ഒരു സ്നേഹമില്ല, അച്ഛ ഒന്ന് മര്യാദക്കൊന്ന് മിണ്ടിയിട്ട് എത്ര നാളായി, ഇങ്ങനെ സങ്കടം പറയുന്നത് പോലെ, എടി മോളെ എന്ന് വിളിച്ചാൽ അവൾ വിളി കേൾക്കുന്നില്ല, അവൾക്കിപ്പം എന്നോട് വലിയ സ്നേഹമില്ല എന്ന് പറയുന്ന ഒരു മൂകതയുടെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നത് പോലെ ഊമനെ സുഖപ്പെടുത്തി. ഊമനായൊരു പിശാച് ബാധിച്ചൊരുവനെ സുഖപ്പെടുത്തി. അപ്പം മൂകതയുടെ ആത്മാവ്, ദൈവത്തോട് പ്രത്യുത്തരിക്കാത്ത ആത്മാവ്, കത്തോലിക്ക സഭയുടെ ഡിസിപ്ലിനോട് നേരാവണ്ണം പ്രതികരിക്കാത്ത ആത്മാവ് ദുരാത്മാവാണ്. നമുക്കിതിൻ്റെ വകഭേദങ്ങൾ നമ്മിൽ ഉണ്ടാകാം, നമ്മളിത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യ പ്രവാചകന്റെ സങ്കടമതാണ്. ജെറമ്യയുടെ സങ്കടമതാണ്. ജെറമ്യ 7-ാം അധ്യായം 24-ാമത്തെ വാക്യം, 23 മുതലാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. 24-ാമത്തെ വാക്യം, അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല, തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. 26-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല, പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. അതാണ് ഇത്, ശ്രവിക്കാത്തൊരു ജനം, കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്തൊരവസ്ഥ. ഇത് മൂകതയുടെ ആത്മാവാണ്. കർത്താവിന് കേൾക്കുന്നില്ല, പറയണ മനസ്സിലാകുന്നില്ല, കർത്താവിന് വേണ്ടി സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. അതാണ് ബധിരനും മൂകനുമായ ഒരാത്മാവിനെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് എഫാഥ എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തുന്നത്. അപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ കേൾക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ലാറ്റിൻ ക്രമത്തിലുള്ള മാമോദീസയിൽ അവസാനത്തെ കർമ്മമാണ് എഫാഥ പ്രാർത്ഥന. ദൈവവചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും അവിടുത്തെ സ്തുതികൾക്ക് വേണ്ടിയിട്ട് അധരങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും, പക്ഷെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണമെന്നല്ല, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നില്ല. എത്ര നാളായി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അധരം തുറന്ന് കർത്താവിനെ വിളിച്ചിട്ട് എത്ര നാളായി
എന്ന് അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 95 നമ്മളിന്ന് വായിച്ചു കേട്ടത്. സങ്കീർത്തനം 95 അവിടുന്ന് എത്ര സുന്ദരമായിട്ടാണ് നമ്മളെ മെനഞ്ഞെടുത്തത്. അവിടെ നിന്നാണ് നമ്മുടെ സൃഷ്ടാവ്. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ദൈവാരാധനയാണ്, അല്ലാണ്ട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഓടിക്കേറി വരുന്ന സ്ഥലമല്ല. വഴിയിലൂടെ പോയി അതെ എങ്കിൽ പോയിരിക്കാം, അങ്ങനെയല്ല. ഇത് ഒരുക്കത്തോടെ വന്ന് ദൈവത്തെ ആരാധിക്കണം. ബീച്ചിലൊക്കെ പോകുന്ന വഴി ആ ബീച്ചിൽ പോകുന്ന എങ്കിൽ ആ ട്രൗസറോട് തന്നെ പള്ളി വരാം, അങ്ങനെയല്ല. ഇതിന് നമ്മൾ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അതാണ് നിങ്ങൾ ഇത്ര കഠിനമായി പോകരുത്. നിങ്ങളുടെ ഹൃദയം മെരീബായിൽ, മരുഭൂമിയിലെ മസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അപ്പം മെരീബ എന്ന് പറഞ്ഞ കലഹിച്ചു എന്ന് പറയുന്ന അർത്ഥമാണത്. കലഹിച്ചു, ദൈവജനം കലഹിച്ചു. ഇപ്പം എന്നാ കുഴപ്പം, ഇങ്ങനെ വന്ന എന്നാ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന പോലെ ഒരു മറുതലിപ്പ്, ഉള്ളിൽ ഒരു മറുതലിപ്പ്. അതുപോലെ മാസായ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു. ദൈവത്തെ ജനം പരീക്ഷിച്ചു, ദൈവത്തോട് ചോദ്യം ചെയ്തു. അപ്പം അതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്, കഠിനമായി പോകരുത്. ദൈവവചനം കേൾക്കാനോ ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ, പ്രേരണകൾ മനസ്സിലാക്കാത്ത വിധത്തിൽ ഹൃദയം ഇങ്ങനെ കടുകട്ടിയായി പോയത് പോലെ ആകരുത്. അതാണ് ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 11 അധ്യായമാണ്. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം അത് വളരെ രസകരമായിട്ടാണ്. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ മറുതലിക്കുമോ ആളുകൾ? അതിൻ്റെ ആദ്യത്തെ വചനം തന്നെ ലൂക്ക 11:14. ഊമനായ ഒരുവനെ ഈശോ സുഖപ്പെടുത്തി. അവൻ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു, ജനങ്ങൾ അത്ഭുതപ്പെട്ടു. 15-ാമത്തെ വാക്യം ലൂക്ക 11:15. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. 16-ാമത്തെ വചനം, വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. ഇല്ല, നമ്മളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ നിശിദ്ധമായിട്ട് നമ്മൾ വിമർശിക്കും. പിന്നെ ദൈവം എത്ര അനുഗ്രഹങ്ങൾ തന്നാലും ഇപ്പം ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറുതലിക്കും. ദൈവം കുറെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അപകടങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്, സൗഖ്യം തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ പഴയതെല്ലാം മറുതലിക്കും. പിന്നെയും ചോദിക്കാം അടയാളം, എനിക്കിനിയും വേണം, എന്നാലും ഞാൻ വിശ്വസിക്കുള്ളൂ അന്ന് പറയും. ഇതുവരെ തന്നതും ദൈവം സൃഷ്ടിച്ചതും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായതും അത് നമ്മൾ മറന്നു കളയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ മുൻപിൽ നമ്മൾ അതിന് വില മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈശോയ്ക്ക് സങ്കടമായി, ഭയങ്കര സങ്കടമായി. ഈശോ ആത്മാവിൽ നിറഞ്ഞ് ഒരാളെ സുഖപ്പെടുത്തിയപ്പോൾ പറയുകയാണത് പിശാചിനെ കൊണ്ടാണെന്ന്. അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത ഉണ്ടാക്കിയ അമ്മയുടെ കഷ്ടപ്പാട് നമുക്കറിയാം, അമ്മയ്ക്കറിയാം അത്. അപ്പോൾ നമ്മളൊരു വില കൽപ്പിക്കാത്ത വിധത്തിൽ അതിന് നമ്മൾ ഈസി മട്ട് കണക്ക് നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയും. അത് ചിലപ്പോൾ വേദനിപ്പിക്കും. ഈശോയെ വേദനിപ്പിച്ചു, ഈശോയെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? ഈശോയല്ലേ നമുക്കുള്ളൂ. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നമ്മുടെ ഏകരക്ഷകൻ. അപ്പൊ ഈശോയെ സങ്കടപ്പെടുത്തിയിട്ട് ഈശോയുടെ പരിശുദ്ധ ബലിയർപ്പണത്തിന് വരുമ്പോൾ പോലും ഈശോയ്ക്ക് സങ്കടകരമാകുന്ന വിധത്തിൽ കുർബാന മധ്യമൊക്കെ ഫോൺ ചെയ്യുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ഈശോയ്ക്ക് സങ്കടമാകൂലേ? ഇതൊക്കെ എന്നാ വന്നത് ഇതൊക്കെ? പണ്ടുള്ള ആളുകൾ എത്ര ഭയഭക്തിയാദരവോടെ ചെയ്തിരുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ആരാധന. അപ്പൊ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. സങ്കീർത്തനം 14:2 സങ്കീർത്തനം 53:2 ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ ദൈവത്തെ നമ്മൾ പ്രീതിപ്പെടുത്തും. അപ്പൊ ദൈവം പറയാണ്, ഈശോ പറയാണ് ലൂക്ക 11:20 പറയാണ്, എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അവർ പറയാണ് ദൈവകരം കൊണ്ടല്ല, പിശാചുക്കളെ കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, ഇത് ദൈവാരാധനയാണ്, ഇത് ദൈവം ചെയ്ത മഹാ അത്ഭുതമാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവരാജ്യം, നമ്മളത് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. നമ്മുടെ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, അങ്ങയുടെ രാജ്യം വരണമേ, എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ രാജ്യം വരണമേ,
ഇപ്പോൾ വളരെ സങ്കടങ്ങളോടെ വന്നിട്ടുള്ളവരും അവർ ദൈവമേ അങ്ങയുടെ രാജ്യത്തിൻ്റെ സമാധാനം എനിക്ക് തരണമേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ സന്തോഷം സൗഖ്യം എനിക്ക് തരണമേ, ഇപ്പം രാജ്യം വരണമേ. ഇപ്പം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നിങ്ങൾ അംഗീകരിച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഒരു മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്, അത് 10-ാം അധ്യായത്തിൽ ഒരു നിയമജ്ഞൻ വന്ന് അവനോട് ചോദിക്കും ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് വന്നു കഴിയുമ്പോൾ അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അതായത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, പള്ളി വരണം, പ്രാർത്ഥിക്കണം, കുർബാനയിൽ പങ്കുചേരണം, നല്ല വസ്ത്രം ധരിച്ച് വരണം, സ്കാഫ് ധരിക്കണം. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നമ്മളിങ്ങനെ പറയില്ല ചൂട് തണുപ്പ്, ഇല്ല പിള്ളേർ കളിക്കുമ്പോൾ എന്തെങ്കിലും സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച് വെച്ച സാധനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഇപ്പം ചൂടെന്ന് പറയും. അതിന് അകന്നു പോകുമ്പോൾ ഇപ്പം തണുപ്പാണെന്ന് പറയും. അത് ഒരു ഹിൻ്റാണത്, ആ സാധനം കണ്ടുപിടിക്കാനുള്ള. അപ്പം ഇവൻ കൽപ്പനകളെ കുറിച്ച് ഇവൻ അറിവുണ്ട്. ഈ അറിവ് തന്നെ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവ് ദൈവരാജ്യത്തിന് അടുത്താണ്. അപ്പൊ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇനി ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്താലോ നമ്മൾ തന്നെ ദൈവരാജ്യം. അതാണ് മദർ തെരേസ. മദർ തെരേസ ഈ ചെറിയവൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വചനം കേട്ടിട്ട് മദർ തെരേസയ്ക്ക് അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടായി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ മദർ തെരേസ ദൈവരാജ്യമായി മാറി. ആ കൽപ്പന, ആ വചനം എവിടെ ഇരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല. അങ്ങനെ അത് പണ്ടറിഞ്ഞപ്പോഴും നാടും വീടും വിട്ടെന്ന് ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരെ ദൈവരാജ്യത്തിനോട് അടുത്തുകൊണ്ടിരുന്നു. ഇനി ദൈവത്തിൻ്റെ ഉന്നതമായ പ്രവർത്തനങ്ങളെ അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചപ്പോൾ അവരുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഇനി ആ ദൈവരാജ്യ പ്രവൃത്തി അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരായി ദൈവരാജ്യം, ഇപ്പം വിശുദ്ധയായി. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുക. അത് നമ്മൾ ഈശോ, ഇപ്പോൾ ഒരു പുരോഹിതനെ ദൈവം ഈശോ അഭിഷേകം ചെയ്ത് അയക്കുന്ന പുരോഹിതരെ അംഗീകരിച്ചാൽ ഈശോയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അത് വചനം പറയുന്നത്, അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യം. അതായത് ഈ കൂട്ടത്തിൽ അവർ ഈശോയെ സ്വീകരിച്ചില്ല. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മറ്റൊരു വിധത്തിൽ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13:20, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. മനസ്സിലായോ? ഇത് ഡബിൾ ഇഫക്റ്റ് ആണ്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഈശോയുടെ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവപിതാവിന് സന്തോഷമാവും. അതാണ് മറിയം ചെയ്തത്. അതാണ് മറിയം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈശോയുടെ വരവും മരണവും. അത് കുരിശിൻ ചവിട്ടി നിന്ന മറിയം അംഗീകരിച്ചു, ആരാധിച്ചു. അത് സ്വർഗം കണ്ടു, മറിയത്തെടുത്തുയർത്തി. നമ്മളോട് മറിയം പറയുന്നത് ഇത് തന്നെയാണ്. അവൻ പറയുന്നത് ചെയ്യുവനെന്ന് പറയുമ്പോൾ കുർബാനർപ്പണം യഥാർത്ഥത്തിൽ കുരിശാരാധനയാണ്. ഈശോയുടെ കുരിശുമരണത്തിന് അനുസ്മരണമാണ് കുർബാന. ഇനി കുമ്പസാരത്തിൽ മുട്ടുകുത്തുന്നതും അതും കുരിശാരാധന. കാരണം കുരിശുമരണത്തിൻ്റെ റിസൾട്ടാണ് പാപമോചനം സ്വീകരിക്കാനായിട്ട് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ കുമ്പസാരവും കുർബാനയും കുരിശാരാധന ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ് ഈശോയുടെ കുരിശുമരണം. നമ്മൾ വീട്ടിലൊരു നന്നായിട്ടൊരു കറിയോ അല്ലെങ്കിൽ ഒരു ചായ തിളപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മോനെ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിച്ചാൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈശോയെ അംഗീകരിച്ചാൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാവും. ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചാൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാവും. ദൈവത്തിന് സന്തോഷിപ്പിച്ചാൽ ഈശോയെ തന്ന ദൈവത്തിന്, അത് റോമ 8:32, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവന് സമസ്തവും ദാനമായി നൽകാതിരിക്കാൻ കഴിയുമോ? അതായത് ദൈവം എല്ലാം തരും. ഈശോയെ തന്നവന് എല്ലാം തരും. ഈശോയെ അംഗീകരിച്ചാൽ ഈശോയെ തന്നവൻ നമുക്ക് ആവശ്യമുള്ളത് തരും. നിങ്ങൾക്ക് ഈസ്റ്റർ ഗിഫ്റ്റ് കിട്ടിയിരിക്കും. അതാണ് ദൈവാരാധന. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഈശോ കെഞ്ചുന്നത് പോലെ പറയാം, മക്കളെ
കെഞ്ചുന്നത് പോലെ പറയുകയാണ്. 37-ാമത്തെ വാക്യം, യോഹന്നാൻ 10:37, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. ഈശോ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈശോ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയും, അറിവിൽ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈശോ കാല് പിടിച്ച് പറയുന്ന പോലെ, മക്കളെ വിശ്വസിക്കൂ, മക്കളെ എൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതാണ്. ആ കുരിശ് മരണം നിങ്ങൾക്ക് നിസാരമാണോ? ഇത്ര നിസാരമാക്കാൻ ഞാൻ ഈസിയായിട്ട് കുരിശിൽ കിടന്നതല്ലല്ലോ. കഷ്ടപ്പെട്ട് പാപികൾക്ക് വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടി മരിച്ചതല്ലേ. ഈശോ നമുക്കത് കെഞ്ചുകയാണ്. ഇത് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം, 25-26 വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അതാണ് ദൈവത്തെ ആരാധിച്ചാലുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ വരവും മരണവും. ഈശോയെ നമ്മൾ അംഗീകരിച്ചാൽ, ഇന്നത്തെ സുവിശേഷത്തിൽ അവർ ഈശോയെ അംഗീകരിക്കുന്നില്ല. അവർ ഈശോ ചെയ്ത പ്രവൃത്തിയെ ബെൽസെബൂലിനെ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നീട് വീണ്ടും അടയാളം ചോദിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞൊരു പ്രവൃത്തി ചെയ്തപ്പോൾ ഈശോയ്ക്ക് വലിയ സങ്കടമായി. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈശോയെ സങ്കടപ്പെടുത്തരുത്. ഉദ്ധിതനായ ഈശോയുടെ സമ്മാനം ചോദിച്ച് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയെ സങ്കടപ്പെടുത്തരുത്. നമ്മൾ വീട്ടിൽ അമ്മയെ, മാതാപിതാക്കളെയൊക്കെ സങ്കടപ്പെടുത്തും. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ അത് നമുക്ക് അനുഗ്രഹമല്ല. അമ്മയുടെ സങ്കടം, അമ്മയുടെ കരച്ചിൽ നമുക്ക് അനുഗ്രഹമല്ല. പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതൽ 15 വരെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്നവരെന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ദൈവത്തെ സങ്കടപ്പെടുത്തിയാലോ? നമുക്ക് ദൈവത്തെ സങ്കടപ്പെടുത്താതെ മുന്നോട്ട് പോകാം. പരിശുദ്ധ മറിയം ദൈവത്തെ സങ്കടപ്പെടുത്താതെ ദൈവത്തെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോയി സ്വർഗത്തിൽ വരെ ഉയർത്തപ്പെടുന്ന വിധത്തിൽ അത്ര അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിച്ച്, ദൈവത്തെ സങ്കടപ്പെടുത്താതെ, ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും ദൈവത്തെ സങ്കടപ്പെടുത്താതെ ദൈവത്തെ സന്തോഷിപ്പിച്ച് നമുക്ക് ഈസ്റ്റർ സമ്മാനം നമുക്ക് നേടിയെടുക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നീടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസെ തവ തിരുപാദേ സമർപ്പിക്കാം. ഹൃദയം തുറന്നീടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. പരിശുദ്ധമ്മേ, ഹൃദയം കഠിനമാക്കി ദൈവത്തെ പരീക്ഷിക്കാതെ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ പിന്നോട്ട് നടക്കാതെ മുന്നോട്ട് നടന്ന് പരിശുദ്ധ മറിയത്തെ പോലെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അങ്ങനൊരു ഈസ്റ്റർ സമ്മാനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണമേ പരിശുദ്ധമ്മേ. ആമേൻ.
കാഴ്ചയേകാം ജീവിതവും കാരുണ്യവാനായി നല്ല ദൈവമേ ആസയിൽ പേലാസയിൽ കാഴ്ചയേകാം ജീവിതവും കാരുണ്യവാനായി നല്ല ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായിരിക്കുന്നതിന് വേണ്ടി എല്ലാ പാപമാലിന്യങ്ങളുടെയും സ്പർശനത്തിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങേ സത്യത്തിൻ്റെ സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം നൽകിയവരെ തെറ്റായ സന്തോഷങ്ങളിൽ മുഴുകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിരക്യങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്തങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമായ മഹിമകനാവോ നിരഞ്ജമനവും വിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കു ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ
പരിശുദ്ധൻ ആകുന്നു. ആകയാ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരെ അങ്ങ് മരണങ്ങൾ ഞങ്ങൾ അങ്ങ് ഉയർവ് ഞങ്ങളെ പറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും
ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഈസ്റ്റർ സമ്മാനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദാസീദാസന്മാരോട് ഞങ്ങളെല്ലാവരോടും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്തങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എൺകളിൽ കണിനമയും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എൺകളിൽ കണിനമയും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എൺകൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രമേ എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവരഹസ്യങ്ങളും ജീവിത രീതികളും വഴി അങ്ങ് രക്ഷയുടെ ഫലം ഞങ്ങൾ സ്വാംശീകരിക്കാൻ വേണ്ടി കൂദാശകളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേ സഹായത്താൽ കാരുണ്യപൂർവ്വം ഉയർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ചാശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെ സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനുടനെ